വിജിലൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും നമ്മുടെ ഒപ്പം ഉള്ളത് കേരളത്തിന്റെ മുൻ DGP ശ്രീ ജേക്കബ് തോമസ് IPS. സാർ നമസ്കാരം. നമ്മൾ എപ്പോഴും ഒരുപാട് കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖലയെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ ജലഗതാഗതം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ജലഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കാത്തത്? കേരളത്തിൽ ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും സാധ്യതയുള്ളത്, ഏറ്റവും ആവശ്യമുള്ളത്, ഏറ്റവും ഈ സുസ്ഥിര വികസന ഗോൾ ഒക്കെയുള്ള ഈ കാലത്ത് നടപ്പാക്കേണ്ടതും ജലഗതാഗതമാണ്. പണ്ട് കാലത്ത് പാലായിൽ നിന്ന് വരെ ആലപ്പുഴയിലേക്ക് ചരക്കുകൾ വന്നിരുന്നത് ഇതിലായിരുന്നു. മനുഷ്യർ പാലായിൽ നിന്ന് ചാലക്കുടിക്ക് പോയിക്കൊണ്ടിരുന്നത് ബോട്ടയിലായിരുന്നു, വെള്ളത്തിൽ കൂടെ ആയിരുന്നു. കൂടുതൽ ആളുകൾ ഈ കേരളത്തിൽ ബോട്ടിൽ തന്നെയായിരുന്നു. കൊടുങ്ങല്ലൂർ നിന്നാണേലും ആലുവ വരെയാണേലും ഒക്കെ അതുപോലെ ഇഷ്ടംപോലെ കണക്ഷൻ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇതൊക്കെ നിന്നു പോയതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അഴിമതിയാണ്. എന്തുകൊണ്ട് അഴിമതി എന്ന് ഞാൻ പറയാം. കേരളത്തിൽ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് നാഷണൽ ഹൈവേ വലിയ വീതി കൂട്ടണം, 6 വരി 4 വരി ഇങ്ങനെയൊക്കെ ആകണം. അപ്പോൾ ഒരു നാഷണൽ ഹൈവേ പണിയണമെങ്കിൽ അറിയാലോ, നമ്മൾ പണിയുന്ന സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മണ്ണ് അവിടെ കൊണ്ടുവന്നിടുന്നത്. അതുപോലെ ആ മണ്ണ് കൊണ്ടിരുന്നതിന് കുറേ കരാറുകളുണ്ട്. ആ കരാറുകളൊക്കെ ഇവിടുത്തെ വലിയ മുന്തിയ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ അവരുടെ ആൾക്കാരൊക്കെയാണ് ഈ മണ്ണ് കൊണ്ടുവന്നിടുന്നതിനുള്ള കരാറ്. അതിനുശേഷം കോറിയിൽ നിന്ന് പണിയാൻ വേണ്ടി മെറ്റൽ വേണമല്ലോ, അത് കോറിക്കാർക്കൊപ്പം കോറി വേണം. പിന്നെ മണൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വേണം, ടാറ് വേണം. പിന്നെ ഇതിന് ഈ പാലം പണിയണം, അതിന് ഉള്ള പരിപാടികൾ വേണം. അപ്പോൾ ഒരു റോഡ് പണിയണമെങ്കിൽ എത്ര കരാറുകൾ വേണം, എത്ര മണ്ണ് വേണം, എത്ര കോറിക്കാർക്ക് ഗുണമാണ്. അപ്പോൾ ഈ ജലഗതാഗതത്തിൽ ഈ റോഡിൽ വെള്ളത്തിൽ ഈ മെറ്റലിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ കരാറുകാർക്ക് ഒരു ഗുണമില്ലാത്ത, രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും ഒരു ഗുണമില്ലാത്ത പരിപാടിയാണ് ഈ ജലഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത്. അതേസമയം MLA റോഡുകൾ എന്ന് പറഞ്ഞിട്ട് MLA റോഡുകൾ ഇഷ്ടംപോലെ കുട്ടനാട്ടിലൊക്കെ ഇങ്ങനെ തലങ്ങും വിലങ്ങും റോഡുകളും പാലങ്ങളും MLA റോഡുകൾ എന്ന് പറഞ്ഞ് പണിതപ്പോഴത്തേനും ആ കുട്ടനാട് നശിച്ചു. പിന്നെ ജലഗതാഗതം നടക്കത്തില്ല. പിന്നെ ഈ പഞ്ചായത്ത് കോർപ്പറേഷനുകൾ റോഡുകൾ, പിന്നെ ഈ റോഡുകൾ പണിത് കഴിഞ്ഞാൽ അത് നമ്മളെ മഴയെ കുറ്റം പറഞ്ഞിട്ട് എല്ലാ വർഷവും മഴക്കാലത്ത് ഇത് പൊളിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് അറ്റകുറ്റപ്പണി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കരാറുണ്ടല്ലോ. അപ്പോൾ റോഡിൽ ഉണ്ടാകുന്നൊരു മെച്ചം, ഗുണം, പോക്കറ്റിലേക്കുള്ള ഗുണം രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും കോറിക്കാർക്കും ഒന്നും ജലഗതാഗതം നടത്താൻ ഉണ്ടാവത്തില്ല എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിൽ ജലഗതാഗതം ഇന്നും ഈ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം എന്ന ഒരു റിസോഴ്സ് ഈ ഗതാഗതത്തിൽ മലയാളികൾ മറക്കുകയല്ലേ? തീർച്ചയായിട്ടും പണ്ട് കാലത്ത് ജലഗതാഗതമായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമായ ഒരു ഗതാഗത മാർഗം. ചരക്ക് കൊണ്ടുപോകാനായാലും ശരി, ജനങ്ങൾക്ക് യാത്ര ചെയ്യാനായാലും ശരി. പക്ഷേ അടുത്ത കാലത്ത് എല്ലാവർക്കും വേണ്ടത് റോഡാണ്, അല്ലെങ്കിൽ സിൽവർ ലൈൻ പോലെയുള്ള വളരെ സ്പീഡിൽ പോകുന്ന ട്രെയിൻ. അപ്പോൾ അതിനൊക്കെ സ്ഥലമെടുപ്പ്, മഞ്ഞക്കുറ്റിയിടൽ, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നടത്തി അതിൻ്റെ കരാറുകളൊക്കെ പലതും നൽകി മണ്ണിട്ടും ഒക്കെ അഴിമതി നടത്താൻ പറ്റുമല്ലോ. അപ്പോൾ വെള്ളത്തിൽ കൂടെയുള്ള പരിപാടി ഗതാഗതം പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അഴിമതിക്കുള്ള സ്കോപ്പ് വളരെ കുറവായതുകൊണ്ടാണ് മലയാളികൾ അതിനെയൊക്കെ ഉപേക്ഷിച്ച് റോഡിലേക്ക് കിടക്കുന്നത്. പിന്നെ മലയാളിക്ക് സ്പീഡ് ഭയങ്കര ആവശ്യമാണ്. നമ്മൾ പിള്ളേരൊക്കെ ബൈക്കിൽ പോകുന്ന കാണാറില്ലേ? ബൈക്കിന് എത്ര പരമാവധി സ്പീഡുണ്ടോ അത്രയും പോകുക എന്നുള്ളതാണ്. അതുപോലെ പണ്ട് ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഒരു ബസ് ആരെ ഇടിച്ചെറിപ്പിച്ചുള്ളതാണ് മനസ്സിലായത്. അപ്പം 140 കിലോമീറ്റർ സ്പീഡിലാണ് തിരുവനന്തപുരത്തേക്ക് വന്നൊരു ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പീഡിൽ പോവുക എന്നുള്ള ഒരു പ്രശ്നം, പോയിട്ട് അവിടെ സ്പീഡിൽ എത്തിയിട്ട് എന്ത് ചെയ്യുന്നുള്ളത് വലിയ വിഷയമല്ല. അവിടെ ചെന്ന് വെറുതെ കുത്തിയിരിക്കാതിരിക്കാം. പക്ഷേ റോഡേ പോകുമ്പോൾ സ്പീഡിൽ പോകണം, അത് റോഡും ആയിരിക്കണം. കൊല്ലം കോട്ടപ്പുറം ജലദേശീയപാത പദ്ധതി എന്തുകൊണ്ടാണ് നടപ്പിലാവാത്തത്? ഈ കൊല്ലം കോട്ടപ്പുറം ദേശീയപാത, അതായത് നാഷണൽ വാട്ടർവേ നമ്പർ 3 എന്ന് പറയും, 3ാമത്തെ നമ്മുടെ ദേശീയ ജലഗതാഗത പാതയാണ് കേരളത്തിലുള്ളത്. അത് കേരളത്തിലെ ഒരു സംസ്ഥാനത്ത് മാത്രമുള്ളതാണ്. നാഷണൽ വാട്ടർവേ നമ്പർ 1 എന്ന് പറയുന്നത് ഹൂബ്ലി മുതൽ അലഹബാദ് വരെയുള്ള 4 സംസ്ഥാനങ്ങളിൽ കൂടി പോവുകയാണ്, ഗംഗായി കൂടെ ഉള്ളത്. പക്ഷേ ഇത് നമുക്ക് ഒറ്റ സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു നാഷണൽ വാട്ടർവേ ആണിത്. ഇത് ആദ്യകാലത്ത് തുടങ്ങിയതാണ്. ഇതൊരു കേന്ദ്ര നിയമം പ്രകാരം തന്നെ തുടങ്ങിയതാണ്. അതായത് വെസ്റ്റ് കോസ്റ്റ് കനാൽ ആൻഡ് ഉദ്യോഗമണ്ഡൽ ആൻഡ് ചമ്പക്കര കനാൽസ് ആക്ട് എന്ന് പറയുന്ന 1992 ഒരു നിയമപ്രകാരമാണ് ഈ ദേശീയപാത തുടങ്ങുന്നത്. അപ്പോൾ ആ കേന്ദ്ര നിയമപ്രകാരവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയായ 2 ഏജൻസികളാണ് അത് നടപ്പാക്കുന്നത്. ഒന്ന് ഇൻലാൻഡ് വാട്ടർവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അവർക്ക് കൊച്ചിയിൽ ഒരു ഓഫീസൊക്കെ ഉണ്ട്.
രണ്ട് നടപ്പാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഇൻലാൻഡ് വാട്ടർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കോർപ്പറേഷൻ ഉണ്ട്, അവരാണ് അതിൻ്റെ ഓപ്പറേറ്റർ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 2 ഏജൻസി നടപ്പാക്കുന്നു. കേന്ദ്ര നിയമപ്രകാരമാണ് അതിൻ്റെ ഒരു നിയമസാധ്യതയുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറിയാണ് നടപ്പാക്കുന്നു. അപ്പോൾ കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെൻറ് ഈ ജലപാത ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചു. അതിൻ്റെ കോട്ടപ്പുറത്ത് അതിനൊരു ടെർമിനലുണ്ട്. ടെർമിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് കെട്ടി എന്ന് പറയുമല്ലോ, ടെർമിനലുണ്ട്. അങ്ങനെ 9ഓളം ടെർമിനലുകൾ അവർ സ്ഥാപിച്ചതിൽ വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള റോറോ ജേണലാണ്, അതായത് ചരക്ക് അങ്ങോട്ടേക്ക് കൊണ്ട് കണ്ടെയ്നറൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത്. ബാക്കി പല പല സ്ഥലങ്ങളിലുണ്ട്, കൊല്ലം വരെയുണ്ട്. എല്ലാം അവർ നിർമ്മിച്ചു കഴിഞ്ഞു. ഓരോ ടെർമിനലിലും ഫോർക്ക് ലിഫ്റ്റും ക്രെയിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ സ്ഥാപിച്ചു. അതുപോലെ ഇതിന് ഈ വഴിയിലുള്ള കാര്യങ്ങളുണ്ടല്ലോ, 24 മണിക്കൂറും സോളാർ പവേർഡ് ആയിട്ടുള്ള ഇത് കാണത്തക്ക വിധത്തിൽ, ബൗണ്ടറി കാണത്തക്ക വിധത്തിൽ ബോയ്സ് എന്നാണ് പറയുക, ബോയ്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ 18ഓളം ബീക്കൺ ടവേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇതിൻ്റെ ഡ്രഡ്ജിങ് 97 കാലഘട്ടം മുതൽ പല ഘട്ടങ്ങളിലായിട്ട് ഇതിൻ്റെ ഡ്രഡ്ജിങ് നടന്നു. ഇതിൻ്റെ ബാങ്ക് പ്രൊട്ടക്ഷൻ നടന്നു. എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഈ ജലഗതാഗതം മാത്രം നടക്കുന്നില്ല. അതിൻ്റെ കാരണം കേരളത്തിൽ അതിനൊരു പ്രോത്സാഹനം നൽകുന്നില്ല. കാരണം ഇതിൻ്റെ ഡ്രഡ്ജിങ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നടക്കണം. ഈ വെള്ളത്തിലറിയാമല്ലോ, ഈ എക്കൽ വന്ന് അടിഞ്ഞ് അല്ലെങ്കിൽ സൈഡിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ ഈ വെള്ളപ്പൊക്കം വരുമ്പോഴത്തേനും ചിലപ്പോൾ വീണ്ടും അങ്ങനെ വന്ന് അടിഞ്ഞേക്കാം, മഴക്കാലം ഉള്ളതുകൊണ്ട്. ഇപ്പോൾ ഡ്രഡ്ജിങ് നടത്തുക എന്നുള്ളതാണ് ഈ വാട്ടർ വേയിലെ ഒരു പ്രധാന പരിപാടി. ഈ കോട്ടയത്തൊരു തുറമുഖമുണ്ട്, ഡ്രൈ പോർട്ട് എന്ന് പറയും. അപ്പോൾ കോട്ടയം തുറമുഖത്തു നിന്ന് അവിടുന്ന് തന്നെ കസ്റ്റം ക്ലിയർ ആയിട്ടുള്ള കണ്ടെയ്നറുകൾ വല്ലാർപാടത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് കോട്ടയം പോർട്ട് സ്ഥാപിച്ചത്. അവിടുത്തെ സർക്കാരും ഉണ്ട്, അവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സൊക്കെ കൂടി സ്ഥാപിച്ചതാണ്. അപ്പോൾ അങ്ങനെ കണ്ടെയ്നർ കൊണ്ടുവരാം. പക്ഷേ അവർക്ക് ഡ്രഡ്ജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഡ്രഡ്ജ് ചെയ്യുക എന്നുള്ളൊരു ആവശ്യമാണ്. അപ്പോൾ അതിനാണ് തുറമുഖ വകുപ്പ് ഒരു ഡ്രഡ്ജർ വാങ്ങിച്ചു. ഈ തുറമുഖ വകുപ്പ് ഒരു ഡ്രഡ്ജർ വാങ്ങിച്ചപ്പോൾ സ്വന്തമായിട്ട് ഡ്രഡ്ജർ ഉണ്ടെങ്കിൽ ഈ ഡ്രഡ്ജിങ് കംപ്ലീറ്റ് നമുക്ക് ചെയ്യാമല്ലോ. ഈ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെയും കോട്ടയം തുറമുഖത്തിന് ഇങ്ങോട്ടുള്ളതിൻ്റെയും അന്ന് കോട്ടയം തുറമുഖത്തിൻ്റെ MD ആയിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ആ ഡ്രഡ്ജർ വാങ്ങിച്ചത്. അപ്പോൾ ലോകോത്തര നിലവാരമുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഈ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ ഡ്രഡ്ജിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന, പല തുറമുഖങ്ങളിലെയും ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഡ്ജർ വാങ്ങിച്ചു. പക്ഷേ ആ ഡ്രഡ്ജർ വാങ്ങിച്ചതിൻ്റെ പേരിൽ ഈ പിണറായി വിജയൻ എനിക്കെതിരെ സുപ്രീം കോടതിയിൽ ലക്ഷങ്ങൾ പൈസ കൊടുത്തിട്ട് എന്നെ തോൽപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ പിണറായി വിജയൻ എന്നെ തോൽപ്പിക്കാൻ നോക്കുന്ന ഡ്രഡ്ജർ വാങ്ങിച്ചതിൻ്റെ പേരിൽ അങ്ങനെ പിണറായി വിജയനെ ജലഗതാഗതത്തെയും തോൽപ്പിക്കാൻ നോക്കുകയല്ലേ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ തോൽപ്പിക്കുന്നത് ജലഗതാഗതത്തെ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പിണറായി വിജയനാണ്. KSINCയുടെ പണികൾ എന്തൊക്കെയാണ്? KSINC ഞാനവിടെ MD ആയിരുന്ന ഒരാളാണ്, കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ. പണ്ട് കാലത്ത് കേരളത്തിൽ ഈ പല ഐലൻഡുകൾ, ദ്വീപുകൾ ഒറ്റപ്പെട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ആ ദ്വീപുകളിലേക്ക് വെള്ളം കൊടുക്കുക, അതുപോലെ ആ ദ്വീപുകളിലേക്ക് എന്തെങ്കിലും ഇന്ധനമോ അല്ലെങ്കിൽ ചരക്കുകൾ കൊണ്ടുപോവുക, അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പോൾ ബോൾഗാട്ടി നേരത്തെ പോകാൻ പറ്റില്ലായിരുന്നു, വല്ലാർപാടം പോകാൻ പറ്റില്ലായിരുന്നു. അപ്പം അങ്ങോട്ടൊക്കെയുള്ള ആളുകളുടെ യാത്ര നടത്തുക എന്നുള്ളതൊക്കെയായിരുന്നു KSINC ചെയ്യുന്നത്. അതുപോലെ ഈ കൊച്ചി പോർട്ടിൽ നിന്ന് FACറ്റിലേക്കുള്ള ഗന്ധകം ട്രാൻസ്പോർട്ട് ചെയ്യുക ബാർജിൽ കൂടെ. അപ്പം വേനൽക്കാലം ആകുമ്പോഴത്തേനും ഈ വാട്ടർ ബാർജ് എന്ന് പറയും, വെള്ളം ബാർജിൽ കൊടുക്കുക, അതുപോലെ ഗുഡ്സ് FACറ്റിലേക്ക് ബാർജ് ട്രാൻസ്പോർട്ട് ചെയ്യുക. പിന്നെ അറ്റകുറ്റപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു യാർഡൊക്കെ ഉണ്ട്. ബാക്കി ബോട്ടുകളുടെയൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ഉൾനാടൻ ജലഗതാഗതത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നടപ്പാക്കുക. ഈവൻ നാഷണൽ വാട്ടർ വേ നമ്പർ 3യുടെ ബോയ്സ് വരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ കേരള സംസ്ഥാനത്തിൻ്റെ ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനാണ്. അപ്പോൾ ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ അടുത്ത കാലത്ത് ഇപ്പോൾ ആസിഡ് ബാർജുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഫ്യൂവൽ ബാർജുകൾ, അതായത് പുറത്ത് നങ്കൂരം ഇട്ടിരിക്കുന്ന കപ്പലുകൾക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ KSINC കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വരുത്തി അവർ വാട്ടർ ട്രാൻസ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള ബാർജുകൾ, ബോട്ടുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ സജ്ജമാക്കി ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അത് നടപ്പാവുന്നുണ്ട്. ടൂറിസത്തിനാണോ ജലഗതാഗതത്തിനാണോ ജലഗതാഗത വകുപ്പ് പ്രാധാന്യം നൽകുന്നത്? ഈ ജലഗതാഗത വകുപ്പ് എന്ന് പറയുമ്പോൾ ആ മേഖലയിൽ ഒരു 10ഓളം ഏജൻസികൾ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ മുമ്പേ നാഷണൽ വാട്ടർ വേ അതോറിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞ് കൊച്ചിയിൽ ഓഫീസുണ്ട്. അത് നാഷണൽ വാട്ടർ വേ നമ്പർ 3യുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ഉണ്ട്, അതാണ് നാഷണൽ വാട്ടർ വേ നമ്പർ 3യുടെ. ഇനി കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ കൊച്ചി ആസ്ഥാനമായിട്ടുള്ളതാണ്. അവരും ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആളുകളാണ്. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ജലഗതാഗത വകുപ്പിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്ന ആലപ്പുഴയാണ്.
ഇത് 1968 സ്ഥാപിതമായ സംസ്ഥാനത്തിൻ്റെ ഒരു വകുപ്പാണ്. ഗണേഷ് കുമാറാണ് ഇപ്പോഴത്തെ അതിൻ്റെ മന്ത്രി. അപ്പോൾ ഗതാഗത വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ജലഗതാഗത വേറൊരു വകുപ്പാണ് ഈ ആലപ്പുഴ കേന്ദ്രമായിട്ടുള്ളത്. അതിന് കേരളത്തിൽ 3 റീജിയണൽ ഓഫീസുകളുണ്ട്, ആലപ്പുഴയും കോട്ടയത്തും കാസർഗോഡും. അതുപോലെ 13-14 സ്റ്റേഷൻസ് ഉണ്ട്, സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ഉണ്ട്. അത് ആലപ്പുഴയിലൊക്കെ നമ്മൾ ബോട്ടുകൾ വന്ന് പല സമയത്ത് പാസഞ്ചർ നിശ്ചിത ഷെഡ്യൂളിൽ ബോട്ടുകൾ അവർ ഓടിക്കുന്നുണ്ട്, അവർക്ക് ബോട്ട് ചെട്ടിയുണ്ട്. അടുത്ത കാലത്തായിട്ട് അവർ നേരത്തെ ഈ അവിടെ ദ്വീപുകൾ, ഈ KSINസിലെ കാര്യം പറഞ്ഞില്ല, ദ്വീപുകളൊക്കെ ഇങ്ങനെ കുട്ടനാട്ടിലും ആലപ്പുഴയിലും കണ്ണൂരും കാസർഗോഡും ഒക്കെ അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ജനങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുക, അത് വളരെ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് 1968 തുടങ്ങി ഇതിൻ്റെ ഉദ്ദേശം. പക്ഷേ അടുത്ത കാലത്ത് ഇത് ടൂറിസത്തിലേക്ക് വന്നതിൻ്റെ കാരണം കുട്ടനാട്ടിലേക്ക് അറിയാമല്ലോ, MLA റോഡ്, MLA പാലം, എല്ലാ ഐലൻഡിലേക്ക് എല്ലാവർക്കും പാലം വേണം, റോഡ് വേണം, എല്ലാവരുടെയും വീട്ടിൽ കാർ എത്തണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോഴത്തേക്കും ഈ ബോട്ടേ കൂടെ യാത്ര ചെയ്ത് ഈ ആലപ്പുഴ എത്തേണ്ടതോ അല്ലെങ്കിൽ എറണാകുളത്ത് എത്തേണ്ട ഒരു ആവശ്യം ഇപ്പോൾ ജനങ്ങൾക്കില്ല. അതുകൊണ്ട് ഒരു സർവൈവലിന് വേണ്ടിയിട്ട് ഇപ്പോൾ ടൂറിസത്തിലേക്കും ഈ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആലപ്പുഴയുള്ള മാറിയിട്ടുണ്ട്. അവർ 10:30 പ്ലഷർ ട്രിപ്പ് കൊല്ലത്തേക്ക് ആലപ്പുഴയിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ അതിനെപ്പറ്റി കൊടുത്തിട്ടുണ്ട്, അവരുടെ ഏറ്റവും ഇതിലേക്ക് അതിൽ പോകുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ വെഗാറ്റു എന്ന് പറഞ്ഞിട്ട് കുമരകത്തേക്കും ഇതുപോലെ പാതിരാമണൽ വഴി അവിടെ ഒരു സ്റ്റോപ്പൊക്കെ ആയിട്ട് അതൊക്കെ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ തിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം പണ്ട് ഇത് സ്ഥാപിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരവസ്ഥയല്ല, അതിൻ്റെ ഒരു ആവശ്യമല്ല ഇന്ന് കേരളത്തിലെ വാട്ടർ ട്രാൻസ്പോർട്ടിനെ എന്ന് അവരുടെ ഒരു ലാഭത്തിൻ്റെ കാര്യം നോക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ശരിക്കും കേരളത്തിൽ ഈ ജലഗതാഗത വകുപ്പ് കൂടുതൽ ജനങ്ങളെ, പാസഞ്ചേഴ്സിനെ ഈ ബോട്ടുകളിൽ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അതുപോലെ ചരക്കുകൾ കൂടുതൽ ഇതിൽ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രമിക്കേണ്ടതാണ്. കാരണം ജലഗതാഗതമാണല്ലോ ഏറ്റവും പരിസ്ഥിതിക്ക് അനുകൂലമായ ഒരു ഗതാഗത മാർഗം കേരളത്തിൽ. അപ്പോൾ പരിസ്ഥിതിക്ക് ഏറ്റവും മോശമായിട്ടുള്ളതാണ് ഈ റോഡ് ഗതാഗതം എന്ന് പറയുന്നത്. അപ്പം ഈ ജലഗതാഗത വകുപ്പ് ടൂറിസം നോക്കിക്കോട്ടെ, പക്ഷേ ടൂറിസം നോക്കാൻ വേറെ വകുപ്പുണ്ടല്ലോ. അപ്പോൾ ഇവർ ജനങ്ങളുടെ ഗതാഗതം കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുപോകുക. ഇപ്പോൾ 150 ലക്ഷം ആൾക്കാർ ഇതിൽ യാത്ര ചെയ്യുന്നൊക്കെയാണ് ഒരു വർഷം പറയുന്നത്. അത് എത്രയാണ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡേറ്റയാണ്. പക്ഷേ അത് പോരാ. ഇപ്പോൾ റോഡിൽ പോകുന്ന ആൾക്കാരുടെ ഒരു 20% എങ്കിലും ഒരു വർഷം കൊണ്ട് ഇവിടെ എത്തും എന്ന് ഇവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ കൂടെയുള്ള യാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ അവർ ചെയ്യും. കുറച്ചുകൂടെ സ്പീഡിലുള്ള ബോട്ടുകൾ ഇറക്കും, AC ബോട്ടുകൾ ഇടും, നല്ല സൗകര്യങ്ങളുണ്ടാവും, കൃത്യസമയത്ത് അത് ഓടിക്കും എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് മാറുമല്ലോ. തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള ജലഗതാഗതം അത് സാധ്യമല്ലേ? തീർച്ചയായിട്ടും തുറമുഖ വകുപ്പ് കോസ്റ്റൽ ഷിപ്പിംഗ് എന്ന് പറയുന്നൊരു പദ്ധതി 2010 തുടങ്ങിയിരുന്നു. തിരുവനന്തപുരം, അതായത് വിഴിഞ്ഞം മുതൽ മംഗലാപുരം വരെ, അല്ലെങ്കിൽ കാസർഗോഡ് വരെ കേരളത്തിൻ്റെ തീരപ്രദേശത്തോടു കൂടി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കൊടുങ്ങല്ലൂർ, പൊന്നാനി, ബേപ്പൂർ, അതായത് കോഴിക്കോട്, കണ്ണൂർ, അഴീക്കൽ, അതുപോലെ നീലേശ്വരം, മഞ്ചേശ്വരം എന്ന് വെച്ചാൽ കാസർഗോഡ് നമ്മുടെ അതിർത്തി വരെ ഇത്രയും സ്ഥലങ്ങളിൽ സ്റ്റോപ്പോടുകൂടി പാസഞ്ചേഴ്സിനും ഗുഡ്സും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ തയ്യാറാക്കിയിരുന്നു. ഡ്രഡ്ജർ അതിന് വേണ്ടിയിട്ട്, കാരണം ആഴം കൂട്ടണമല്ലോ ഈ കടൽ, ഇത്രയും തുറമുഖങ്ങളിൽ ഇത് പഠനം നിരന്തരമായിട്ട് മെയിൻ്റനൻസ് ഡ്രഡ്ജിങ് നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിന് ഡ്രഡ്ജറുണ്ടായി, ഫോർക്ക് ലിഫ്റ്റ്, ക്രെയിന്, എല്ലാവിധ സാധനങ്ങളും. കൊല്ലത്ത് ഈവൻ കസ്റ്റം ക്ലിയറൻസിന് വരെയുള്ള കണ്ടെയ്നർ ട്രാൻസ്പോർട്ടിനുള്ള ഫെസിലിറ്റീസ് 2013 ആയപ്പോഴത്തേനും ആയിരുന്നു. പക്ഷേ ഇന്നും അത് നടപ്പായില്ല എന്നുള്ളതിൻ്റെ കാരണം റോഡ് മാർഗം ഉള്ള ചരക്ക് ഗതാഗതവും മറ്റേതാണ് എല്ലാവർക്കും താല്പര്യം. അത് താല്പര്യമുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മൾ സാധാരണ പറയും. ആർക്കൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ഈവൻ ആശുപത്രികൾക്ക് വരെ ആവശ്യം റോഡിൽ കൂടി കൂടുതൽ ഗതാഗതം നടന്ന് റോഡിൽ കൂടുതൽ ആക്സിഡൻ്റ് ഉണ്ടായി റോഡിൽ കൂടുതൽ ആളുകൾ ആശുപത്രിയിലേക്ക് വരണമെന്നാണ് ആശുപത്രിക്കാരുടെ ആവശ്യം. ഈ ട്രക്ക് ലോബി എന്ന് പറയുന്നൊരു ലോബിയുണ്ട്, ട്രക്കുകൾ. ആ ട്രക്കുകളുടെ ആവശ്യം എന്താണ്? ജലമാർഗം ഒരു ഗുഡ്സും പോകരുത്, എല്ലാ ഗുഡ്സും റോഡ് മാർഗം ട്രക്കിൽ കൂടെ മാറാൻ പാടുള്ളൂ എന്നുള്ളതാണ് ട്രക്ക് ലോബിയുടെ ആവശ്യം. പിന്നെ റോഡ് പണിയുന്ന കരാറുകാരുടെയും റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കരാറുകാരുടെയൊക്കെ ആവശ്യം എന്താണ്? ജലഗതാഗതം ഒന്നും പോകാൻ പാടില്ല. അങ്ങനെയാണ് പിന്നെ റോഡിൻ്റെ അറ്റകുറ്റപ്പണി, റോഡ് പണി, മണ്ണിട്, കോറി, ഇതൊക്കെ എന്തു ചെയ്യും? അപ്പോൾ കേരളത്തിൽ
ഈ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി നടപ്പാകാത്തതിൻ്റെ കാരണം ഇങ്ങനെ അഴിമതിക്ക് വേണ്ടി നോക്കി ഇരിക്കുന്ന ഈ ലോബികളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടം മാത്രം അല്ല, അവരുടെ സ്വന്തം ലാഭവും സ്വന്തം ഇഷ്ടവും നോക്കുന്ന കുറേ ഈ പറഞ്ഞ ഗ്രൂപ്പുകളുടെ താല്പര്യം കൊണ്ടാണ് ഈ വിഴിഞ്ഞം മുതൽ അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി നടപ്പാകാത്തത്. ഇനി നാഷണൽ വാട്ടർ വേ നമ്പർ കൊല്ലം തുടങ്ങി കോട്ടപ്പുറ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് മുടക്കി അവിടെ കാര്യങ്ങൾ ചെയ്തോളും. അതിന് പോലും നമ്മളുടെ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ഒരു താല്പര്യം കാണിക്കാത്തതിൻ്റെ കാരണം റോഡാണ് കൂടുതൽ മെച്ചപ്പെട്ട ഒരു വരുമാന മാർഗം അല്ലെങ്കിൽ മെച്ചമുള്ള കാര്യമെന്ന് എല്ലാവരും കൂടെ തീരുമാനിക്കുന്നുണ്ടല്ലേ. മലപ്പുറത്ത് ബോട്ട് മറിഞ്ഞ് കുറേ ആൾക്കാർ മരിച്ചു. ഇതിനെ തുടർന്ന് ജലഗതാഗത വകുപ്പ് എന്ത് സുരക്ഷാ മാർഗങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? ഈ വെള്ളത്തിലെ ബോട്ടുകളുടെ സുരക്ഷ നോക്കുന്നത് 2010 മുതൽ തുറമുഖ വകുപ്പാണ്. അന്ന് ഞാൻ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഈ തേക്കടി ദുരന്തമുണ്ടായതിന് ശേഷം ഒരു കമ്മീഷനൊക്കെ വെച്ചു. അതിനു മുമ്പ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു ബോട്ടുകളുടെ ലൈസൻസിങ് പരിപാടിയൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ അന്ന് വലിയൊരു മീറ്റിംഗ് നടന്നതിന് ശേഷം തീരുമാനിച്ചു ഇനി മുതൽ തുറമുഖ വകുപ്പ് നോക്കിയാൽ മതി. അന്ന് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ KIV റൂൾസ്, കേരള ഇൻലാൻഡ് വെസൽ റൂൾസ് എന്ന് പറയും. അത് ഒരു പർട്ടിക്കുലർ നീളം വരെയുള്ളതിന് അതാണ്. അതിനുശേഷം മെർക്കൻറ്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ബാക്കി അതിന് വലിയ ബോട്ടുകൾക്ക് സാങ്ഷൻ കൊടുക്കുന്നത്, ലൈസൻസ് കൊടുക്കുന്നത്. അപ്പോൾ സുരക്ഷിതമായിട്ട് കേരളത്തിലെ ജലാശയങ്ങൾ, അത് തേക്കടി ആവട്ടെ, ആക്കുളം ലേക്കാവട്ടെ, വേമ്പനാട് ലേക്കാവട്ടെ, അല്ലെങ്കിൽ ഈ കോട്ടയത്തു നിന്ന് ഇങ്ങോട്ട് വരുന്നതോ അല്ലെ കൊല്ലം കോട്ടപ്പുറം പാതയിലോ അല്ലെങ്കിൽ തീരദേശത്തുള്ള ഇൻലാൻഡ് വെസൽ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു 12 നോട്ടിക്കൽ മൈൽ 10-20 കിലോമീറ്റർ വരെ കടലിലേക്കുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള ജലയാനങ്ങളുടെ സുരക്ഷിത ഉറപ്പുവെക്കാൻ വേണ്ടിയാണ് KIV റൂൾസ് ഉള്ളത്. അതിനുവേണ്ടി പരിശീലന പരിപാടിയുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം നടത്താൻ വേണ്ടി നീണ്ടകര ഒരു വലിയൊരു മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നീണ്ടകരയും അതുപോലെ കൊടുങ്ങല്ലൂരും അന്ന് സ്ഥാപിച്ചിരുന്നു തുറമുഖ വകുപ്പ്. കാരണം ഇതിലെ സിറാങ്ക് ഡ്രൈവർ ഇവർക്കൊക്കെ പരിശീലനം നൽകണമല്ലോ. അതുപോലെ കൂടുതൽ ബോട്ടുകൾ വരുമ്പോഴത്തേനും അതിന് കൂടുതൽ ആളുകൾക്ക് പരിശീലനം നൽകേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ തുറമുഖ വകുപ്പ് നീണ്ടകരയിലും മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ കൊടുങ്ങല്ലൂരൊക്കെ സ്ഥാപിച്ചു. പക്ഷേ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ചുമതലപ്പെട്ട ആൾക്കാർ പലപ്പോഴും പല സ്വാധീനങ്ങളുടെ പേരിൽ പല കാര്യങ്ങളും കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ് മലപ്പുറം പോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ ആ നിയമം 2010 മുതൽ നടപ്പാക്കിയതിന് ശേഷം അപകടങ്ങൾ തീരെ കുറഞ്ഞിരുന്നു. മലപ്പുറത്തുണ്ടായത് അത് മര്യാദയ്ക്കുള്ള ആ ഒരു നിയമം നടത്തിപ്പിൽ വീഴ്ച വരുത്തിയത് കൊണ്ടുണ്ടായ ഒരു അപകടമാണ്. അല്ലെങ്കിൽ സുരക്ഷിതത്വത്തിനുള്ള എല്ലാവിധ സംവിധാനവും കേരളത്തിലുണ്ട്, അപകടങ്ങൾ ഉണ്ടാവില്ല, ആരും പേടിക്കേണ്ട കാര്യവുമില്ല. ഇപ്പോൾ ഈ കൊച്ചി മെട്രോ വാട്ടർ മെട്രോ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി, അവർ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നിന്ന് 12 ബോട്ടുകൾ വാങ്ങിച്ച് വാട്ടർ മെട്രോ തുടങ്ങി. ഇപ്പോൾ വീണ്ടും 10-30 ബോട്ടുകളും കൂടെ കൊച്ചിൻ ഷിപ്പ് യാർഡ് എന്ന് പറയുന്നത് ഉണ്ടാക്കുമ്പോഴത്തേനും കുറച്ചുകൂടി ഗുണമേന്മയിലുണ്ടാക്കും. അവർ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സൊക്കെ നോക്കിയിട്ടേ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സൊക്കെ നോക്കി മര്യാദയ്ക്ക് ബോട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു അപകടം ഇവിടെ ഉണ്ടാവില്ല. ജലഗതാഗതം വികസിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ജലഗതാഗതം വികസിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ഇപ്പോൾ നാഷണൽ വാട്ടർ വേയുടെ കാര്യത്തിലാണെങ്കിൽ ഒന്ന് ഈ കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കുറേ ഫിഷിംഗ് നെറ്റ് വെച്ചിട്ട് കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ഈ ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ഇരുന്നപ്പോഴത്തേക്ക് എനിക്കറിയാം അവരുമായിട്ടുള്ള ചർച്ചകൾ നടത്തി. അവർക്ക് നഷ്ടപരിഹാരം അന്ന് 2-3 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. അതവർക്ക് കൊടുത്തു വില മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കൊടുക്കുകയും ചെയ്തെന്ന് തോന്നുന്നു. പക്ഷേ വീണ്ടും ഈ ജലഗതാഗതം നടക്കുന്നില്ലല്ലോ. കുറച്ച് കഴിയുമ്പോഴത്തേന് അവർ വീണ്ടും അവിടെ വില വെക്കും. അപ്പോൾ ഇനി അടുത്ത് ഇതുപോലെ ചർച്ച നടത്തി വീണ്ടും ഇതുപോലെ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. അതൊരു ഒരു കറവപ്പശുമായിട്ട് ഇതിനെ എടുക്കുന്ന ഒരു കാര്യമായിട്ട് കണക്കാക്കാം. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇതിന് വീതി കൂട്ടേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ 38ഓളം പാലങ്ങളാണ് ഈ നാഷണൽ വാട്ടർ നമ്പർ 3 പണിതിരിക്കുന്നത്. അപ്പോൾ ഈ പാലങ്ങൾ പണിയുന്നതിന് എല്ലായിടത്തും ഇതൊരു വാട്ടർ വേ ആയിട്ട് ഒരു നാഷണൽ ഹൈവേ പോലെ ആ ഒരു പ്രാധാന്യം നാഷണൽ വാട്ടർ വേക്ക് നമ്മൾ കൊടുക്കുന്നില്ല, നമ്മുടെ സർക്കാർ കൊടുക്കുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് പൈസ ഇങ്ങോട്ട് എത്ര വേണേൽ കിട്ടുന്ന ഒരു ഗതാഗത മാർഗമാണ്. ചരക്ക് ഗതാഗതം നടപ്പാക്കാം. അതുപോലെ ഞാൻ തുറമുഖത്തേനും കൊടുങ്ങല്ലൂർ നിന്ന് വല്ലാറപാടത്തേക്ക് ഒരു മറൈൻ ബൈപ്പാസ് എന്ന് പറയുന്ന ഒരു പദ്ധതി അന്ന് രൂപീകരിച്ചിരുന്നു. നബാർഡ് ഫണ്ട് ചെയ്തിട്ട് കൊടുങ്ങല്ലൂർ ഒരു ഗോഡൗൺ വരെ അന്ന് പണിതിരുന്നു. പക്ഷേ മറൈൻ ബൈപ്പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വടക്കുന്ന് വരുന്ന കണ്ടെയ്നറുകളൊന്നും ഈ കൊച്ചിൻ സിറ്റിയിലേക്ക് ഈ റോഡേ കൂടെ വരേണ്ട കാര്യമില്ല. അതെല്ലാം പറവൂർ വഴിയോ അല്ലെങ്കിൽ വടക്കുന്ന് വരുന്ന ഒരു കൊടുങ്ങല്ലൂർ എത്തിക്കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ ജലമാർഗം കൊച്ചി തുറമുഖത്തേക്കും അതുപോലെ വല്ലാർപാടത്തേക്കും ഇനി മറ്റു തുറമുഖങ്ങളിലേക്ക് പോകേണ്ടതൊക്കെ പോകാൻ പറ്റും. അതാണ് മറൈൻ ബൈപ്പാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്.
അപ്പോൾ ജലഗതാഗതത്തിന് ആവശ്യമായ പദ്ധതികളൊക്കെ കാലാകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുള്ള പദ്ധതികളുണ്ടായിട്ടുണ്ട്, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഭരിക്കുന്ന കേരളത്തിൻ്റെ സർക്കാരിന് ഈ ജലഗതാഗതത്തെക്കാളും കൂടുതൽ താല്പര്യം മറ്റ് മാർഗങ്ങളാണ്. കാരണം കണ്ണൂർ ഒരു എയർപോർട്ട് ഉണ്ടായില്ലേ, അപ്പോൾ അതിന് എത്ര സ്ഥലമെടുപ്പ് നടന്നു. അവിടുന്ന് മരം മുറിച്ചതിന് തന്നെ വിജിലൻസ് കേസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ വിജിലൻസ് അപ്പം അങ്ങനെ സ്ഥലമെടുപ്പും അങ്ങനത്തെ കുറേ കൺസ്ട്രക്ഷനും ഒക്കെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ താല്പര്യം എന്നുള്ളതുകൊണ്ടാണ് ജലഗതാഗതത്തിന് പ്രാധാന്യം കേരളത്തിൽ കിട്ടാത്തത്. വല്ലാർപാടം വിഴിഞ്ഞം പദ്ധതി കൊണ്ട് നാട്ടുകാർക്ക് വികസന സാധ്യതയുണ്ടോ? ഈ വല്ലാർപാടം പദ്ധതിയാണല്ലോ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. വല്ലാർപാടത്തേക്ക് കണ്ടെയ്നർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെയിൽ മാർഗം കൊണ്ടുപോകാൻ വേണ്ടി ഒരു റെയിൽ അവിടെ പണിതിട്ടുണ്ട്. അതിലൂടെ ഇതുവരെ ഒരു കണ്ടെയ്നറെങ്കിലും അതിലെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. 1600 കോടിയോ മറ്റാണ് അന്ന് അതിനുവേണ്ടി മുടക്കിയത് കേന്ദ്ര ഗവൺമെൻറ്. പക്ഷേ അതിന് ഉപയോഗമില്ല. അതുപോലെ ആ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വന്നതുകൊണ്ട് കേരളത്തിലെ കണ്ടെയ്നറുകളാണ് അതിലേ പോകുന്നത്, അത് കോയമ്പത്തൂരിൽ നിന്ന് മറ്റു സ്ഥലത്തു നിന്ന് വരുന്നതാണെന്നുള്ള അടുത്ത കാര്യം. ഇനി വിഴിഞ്ഞത്ത് ഇതുപോലെ പണിയുന്നുണ്ട്. വിഴിഞ്ഞത്ത് നാട്ടുകാർക്ക് ഗുണമാണോ അതോ അദാനിക്കാണോ ഗുണം? അദാനിക്ക് ആവശ്യം ഉള്ള അല്ലെ അദാനിയെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു രാഷ്ട്രീയ നേതാക്കൾ ഉദ്യോഗസ്ഥർക്കാണോ ഗുണമെന്നുള്ളതൊക്കെ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കാണേണ്ട കാര്യമാണ്. പക്ഷേ വിഴിഞ്ഞത്തൊരു തുറമുഖം പണിയുന്നതുകൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ വടക്കോട്ടുള്ള പ്രദേശത്തെ സാധാരണ മനുഷ്യർക്ക് ദുരിതമാണ് എന്നുള്ളത് അവിടുത്തെ കടലാക്രമണം കൊണ്ടും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വല്ലാർപാടത്തിൻ്റെ കാര്യത്തിൽ അത് ഉള്ളിലായതുകൊണ്ടും കൊച്ചിൻ തുറമുഖത്തിൻ്റെ ഒരു ഉള്ളിലായതുകൊണ്ട് ജനങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. പക്ഷേ ഒറ്റപ്പെട്ട ഒരു നേട്ടങ്ങൾ കുറച്ച് ആൾക്കാർക്ക് ഒരു ചെറിയ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നല്ലാതെ കേരളത്തിന് മൊത്തത്തിൽ ഇതുകൊണ്ട് എന്ത് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഗുണമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കണ്ടെയ്നറുകൾ വെള്ളത്തിലൂടെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡിലെ തിരക്ക് കുറയത്തില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ പലപ്പോഴും തിരുവനന്തപുരത്തേക്ക് എറണാകുളത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ വലിയ നീളമുള്ള ലോങ് ചേസിസ് വണ്ടികൾ, അതിൻ്റെ അകത്ത് വണ്ടികളും വെച്ചിട്ടൊക്കെ പോകുമ്പം ഒരു ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ മനസ്സിലാക്കാറില്ല. കാരണം ഇത് കുറേ നീളമുണ്ടല്ലോ. അപ്പം കുറേ നേരം ഇതിൻ്റെ പുറകെ നിന്നിട്ട് ഓവർടേക്ക് ചെയ്യാൻ ഒരു ദേഷ്യം വരുമ്പോഴാണ് പലപ്പോഴും ഇത് ഓവർടേക്ക് ചെയ്യാൻ പോയിട്ട് ആക്സിഡൻറ്റുകൾ കൂടുതൽ റോഡിലുണ്ടാകുന്നത്. എത്രയോ ആൾക്കാരാണ് ഓരോ ദിവസവും നമ്മുടെ റോഡിൽ ആക്സിഡൻറ്റ് മൂലം മരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ റോഡുകളിലെ ചരക്ക് ഗതാഗതം കുറേ വെള്ളത്തിലേക്ക് മാറിയാൽ തീർച്ചയായിട്ടും റോഡിലുള്ള ആക്സിഡൻറ്റ്സ് കുറയും. അത് മാത്രമല്ല ഫ്യൂവൽ വളരെ കുറച്ച് മതി വെള്ളത്തിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ടിന്. പൊല്യൂഷൻ തീർച്ചയായിട്ടും കുറയും. എന്ന് മാത്രമല്ല നമ്മൾ ഈ കോറികളും ഒക്കെ നടത്തി ഇതൊക്കെ റോഡിൽ കൊണ്ട് ഈ കറുത്ത സർഫസ് ഇടുമ്പോഴത്തേനും എന്തേലും ചൂടാണ് കേരളത്തിൽ കൂടുന്നത്. കാരണം കേരളത്തിൽ കറുത്ത സർഫസിൽ റോഡുകളുടെ വീതിയും അതിൻ്റെ നീളവും ഒക്കെ കൂടുന്നതനുസരിച്ച് കേരളത്തിൻ്റെ ചൂടും കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധരായ നമ്മൾ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ജലഗതാഗതത്തിനൊരു പ്രാധാന്യം നൽകാത്തത്. റോഡാണ് ഇനിയും വേണ്ടത്, റോഡിന് ഇനിയും വീതി കൂടണം, ഇനിയും റോഡ് വേണം എന്ന് പ്രബുദ്ധർ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ഇപ്പോഴും പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഒരു വികസനം, സുസ്ഥിര വികസനം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പ്രബുദ്ധരായ നമുക്ക് ഇന്നും ആയിട്ടില്ല എന്നുള്ള കാര്യമാണ്. വാട്ടർ മെട്രോ കൊണ്ട് റോഡിലെ തിരക്ക് കുറയുമോ? വാട്ടർ മെട്രോയ്ക്ക് മുമ്പ് വന്ന കൊച്ചി മെട്രോ എന്ന് പറഞ്ഞാൽ റെയിൽ ഉണ്ടായതുകൊണ്ട് ഈ കൊച്ചിയിലെ തിരക്ക്, എടപ്പള്ളിയിലെ തിരക്ക് കുറഞ്ഞോ? പാലാരിവട്ടത്തെ തിരക്ക് കുറഞ്ഞോ? എവിടുത്തെ തിരക്കാണ് കുറഞ്ഞത്? കൊച്ചി മെട്രോ വന്നതുകൊണ്ട്. ഹൈക്കോടതി ജംഗ്ഷനിലെ തിരക്ക് കുറഞ്ഞോ? നോർത്ത് ഓവർബ്രിഡ്ജിൻ്റെ തിരക്ക് കുറഞ്ഞോ? വൈറ്റിലെ തിരക്ക് കുറഞ്ഞോ? അപ്പോൾ കൊച്ചി മെട്രോ വന്നിട്ട് റോഡിൽ തിരക്ക് കുറയുമെന്നാണ് കൊച്ചി മെട്രോ വരുന്നതിന് മുമ്പ് വലിയ വീരവാദങ്ങൾ കേട്ടിരുന്നത്. കൊച്ചി മെട്രോ അത് ആരുടെ താല്പര്യത്തിന് അതിൻ്റേതായ അലൈൻമെൻറ്റിൽ കൂടെ അതിലേക്ക് പോയി. ഈ കൊച്ചി മെട്രോ കൊണ്ട് എന്ത് തിരക്കാണ് കുറഞ്ഞിരിക്കുന്നത്? ഇനി വാട്ടർ മെട്രോ വരുന്നത് കൊണ്ട് തിരക്ക് കുറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ടർ മെട്രോ എന്ന് വെച്ചാൽ പണ്ടും ഇവിടെ ബാർജുകൾ നടന്നിരുന്നു. പഴയ ബാർജുകളുടെ സ്ഥാനത്ത് കുറച്ചുകൂടെ കൊച്ചിൻ ഷിപ്പ് യാർഡ് പണിതിട്ടുള്ള ഇലക്ട്രിക് ഹൈബ്രിഡ് ആയിട്ടുള്ള ബോട്ടുകളാണ് കുറച്ചുകൂടെ നല്ല കാണാൻ ഭംഗിയുണ്ട്, സീറ്റിങ് നല്ലതാണ്. പഴയ ബാർജുകളൊക്കെ തന്നെയാണ്, പണ്ടും ഇതുണ്ടായിരുന്നതാണ്. പക്ഷേ മോഡേൺ ടെക്നോളജിയും മോഡേൺ സൗകര്യങ്ങളും കൂടി അതിൻ്റെ പേരൊക്കെ മാറ്റി പുതിയൊരു കമ്പനീസ് രൂപീകരിച്ച് കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയൊക്കെ രൂപീകരിച്ച് അങ്ങനെ പോകുന്നു. തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കണം,
കൂടുതൽ സൗകര്യങ്ങളുള്ള മോഡേൺ ആയിട്ടുള്ള ആധുനിക മെട്രോ പേരെന്തും ആയിക്കോട്ടെ, ബാർജുകളോ ബോട്ടുകളോ ഒക്കെ വെള്ളത്തിൽ കൂടി ഓടണം. അത് കൊച്ചി ഹൈക്കോടതി ഇന്ന് ബോൾഗാട്ടിക്കോ അല്ലെങ്കിൽ വൈപ്പിൻ മട്ടാഞ്ചേരിയോ വൈപ്പിൻ കൊച്ചിയോ അല്ലെങ്കിൽ കാക്കനാടേക്ക് വൈറ്റില എന്നുള്ളതും അതൊക്കെയാണ് ഇപ്പോൾ ഓടുന്നത്. അത് കൂടുതൽ ഓടുകയും റോഡിൽ നിന്നുള്ള ആളുകൾ കൂടുതൽ വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുന്ന കൂടുതൽ സ്പീഡുള്ള ബോട്ടുകൾ സമയബന്ധമായിട്ട് ഓടുക, എല്ലാ ഷെഡ്യൂളും ഓടുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ അതിലേക്ക് തീർച്ചയായിട്ടും പോകും. അത് നമുക്ക് നല്ലതാണ്. ഒരുപാട് നന്ദിയുണ്ട് സർ. നമ്മൾ ഇന്ന് വാട്ടർ മെട്രോയെ പറ്റി എല്ലാ കാര്യങ്ങളെ പറ്റി, അതായത് വാട്ടർ ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ടാണെങ്കിലും വാട്ടർ മെട്രോയെ പറ്റിയിട്ടാണെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്കിന്ന് അറിയാൻ സാധിച്ചു. വിജിലൻസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.